Audio Jungle. Audio Jungle. വെളുപ്പിനൊരു 4:30 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. കാരണം എത്ര രാവിലെ പോയാലേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് സമയമാകുമ്പോൾ എത്താൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറാട്ടുപുഴ എന്ന് പറയുന്ന കടലോര പ്രദേശമാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. എത്ര കണ്ടാലും മതി വരില്ല, അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. നമുക്കിപ്പോൾ ഇവിടുന്ന് ഏകദേശം അടുത്തേക്ക് ഒരു 100-130 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പോകുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഏച്ചിയുടെ മോനാണ് കാർ ഓടിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. കാരണം ഒരു കാറിൽ കൊള്ളൂല ആൾക്കാർ. ഷാജേട്ടൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഏച്ചിയുണ്ട്, ഷാജേട്ടൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, വേറൊരു അനിയനുണ്ട്. അങ്ങനെ ആകുമ്പോൾ കൊള്ളൂല. അതുകൊണ്ട് 2 കാറിലായിട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതുവഴി പോകുന്നത് കേട്ടോ. ഈ ആറാട്ടുപുഴ ഈ ഭാഗത്തോടി പോകുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും സ്ഥലമെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് വെള്ളിയഴീക്കൽ പാലത്താണ് കേട്ടോ. പാലത്തിൻ്റെ ഇതിവിടുത്തെ ലൈറ്റ് ഹൗസ്. നമ്മൾ വെള്ളിയഴീക്കൽ പാലത്തിലോട്ട് കയറി കേട്ടോ. ഇത് ഈ ബൈക്കേഴ്സ് അങ്ങനെയുള്ളവർ കുറേ വീഡിയോയിലും എടുക്കൂലേ, ഈ വീഡിയോ റീൽസാക്കി ഇടുന്നല്ലോ, അതിൽ ഈ പാലത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നൊരു പാലം തന്നെയാണ് അത്. കണ്ടോ? അങ്ങോട്ടേക്കെല്ലാം കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ടോ? നല്ല രസമാണ് ഈ പാലത്തിൽ. കണ്ടോ? കണ്ടോ? നല്ല പാലം കണ്ടോ? ഇതൊരു പുഴയിലെ കൂടെ പോകുന്നു. നമ്മുടെ അടുത്ത വണ്ടി ഇത് നമ്മളെ അടുത്ത വണ്ടി. തിരുവനന്തപുരം തിരുവനന്തപുരത്തെ തിരുവല്ലത്തേക്കാണ് പോലെ. തിരുവല്ല അമ്പലം. ഇത് മനുഷ്യരാമ ക്ഷേത്രം. പരശുരാമ ക്ഷേത്രം ഒക്കെ അറിയില്ല. അറിയില്ല, കൊറേ അങ്ങോട്ടേക്ക് ഇതുവരെ പോയിട്ട്. പരശുരാമ ക്ഷേത്രം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വലിയ ചെറിയ ബീച്ച്, കഴിക്ക ബീച്ച്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കരുനാപ്പള്ളി, കൊല്ലം ആ റൂട്ടുകളെ. ഇതാണ് മുമ്പിൽ പോകുന്ന കാറാണ് ഷാജേട്ടൻ്റെ അനിയൻ്റെ വൈഫ്, ഷാജേട്ടൻ്റെ അമ്മ, അവരെല്ലാവരും ആ കാറിലാണ് പോകുന്നത് കേട്ടോ. ഈ കാറിൽ ഞാനും അമ്മ, ഏച്ചി, ദേവൂട്ടൻ അങ്ങനെയെല്ലാമായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ വേണ്ട പെട്രോളെല്ലാം അടിച്ച് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങിയിട്ടാ. രാവിലെ ഇറങ്ങിയതാണ്. ചായ ഒന്നും കുടിച്ചിട്ടാണ്, നല്ല വിശപ്പുണ്ട്. ഇനി അമ്പലത്തിൽ എത്തി. അമ്പലത്തിലെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ചായ എല്ലാം കുടിക്കൂ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മ ഇപ്പൊ തിരുവനന്തപുരം എത്തിട്ടാ. ലുലുമാളിന്റെ അടുത്ത്. ലുലുമാളെത്താനേ അങ്ങനെ കാണുന്നുണ്ടോ? തിരുവനന്തപുരം ലുലുമാളിന്റെ അടുത്ത് എത്താനേ
പിന്നെ ഇവിടുന്ന് കുറച്ച് പോകാണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. ഇവിടെ കുറെ ചിത്രമെല്ലാം ഉണ്ട് കേട്ടാ. ഫ്രണ്ട്സിന്റെ ലുലു മാൾ എത്തിയിട്ടത്. അത് ലുലു മാൾ തിരുവനന്തപുരം ലുലു മാൾ. അങ്ങനെ നമ്മൾ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടാ. ഷാജിയേട്ടൻ്റെ അച്ഛൻ മരിച്ച വർഷമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ മരിച്ച പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഇവർ വർഷം തോറും വന്ന് ഇങ്ങനെ കർമ്മം ചെയ്യലുണ്ട്, ബലിതർപ്പണം നടത്തലുണ്ട്. അങ്ങനെയാണ് നമ്മളടുത്തേക്ക് വന്നത് കേട്ടോ. കഞ്ഞിയും പയറും എല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എന്തോ എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് വന്നിട്ട് പുറത്തിങ്ങനെ കല്ല് കണ്ടോ, ആ കല്ലിലെല്ലാം ഓരോരോ ഉരുള ചോറ് ഇങ്ങനെ വെച്ചെടുത്തോണ്ട് പോവുകയാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവുകളെല്ലാം ഉണ്ടായിടാം. ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ക്ഷേത്രത്തിനകത്തുനിന്ന് ബലിതർപ്പണം നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര വേറൊരു പ്രത്യേകിച്ച് നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ട്. ഇത് മരിച്ച ആത്മാക്കളുടെ മോക്ഷത്തിനും അവരെ പ്രീതി കിട്ടാൻ വേണ്ടിയെല്ലാം ചെയ്യുന്നൊരു കർമ്മമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നതാണ്. നല്ല അനുഭവമായിരുന്നു. നമ്മളിവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേ തിരുവനന്തപുരം എയർപോർട്ടും ഇവിടെ അടുത്ത് തന്നെയായി. കുറേ വിമാനം പോയിട്ടൊക്കെ നല്ല താഴലേ പോയത്. അതും ഒരു കൗതുകം തന്നെയായിരുന്നു. അത്ര താഴെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം ഞാൻ. തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അതെല്ലാം. വേറൊരാൾ കൂടി കണ്ടോ, അവരും കർമ്മം ചെയ്യാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഒരുപാട് പ്രായമുള്ള ഒരാൾ. അവർക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ ആ ആടെ ഒരു മുട്ട ഒഴിച്ചു ചേർത്താൽ അതൊരു ആംപ്ലേറ്റായി കിട്ടാം. അത്രയ്ക്കും ചൂടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാണ്ടായിപ്പോയി അവരെങ്ങനെ കർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് വെളുപ്പിന് 3:30 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10-11 മണിയുടെ അടുത്തായി. 11 മണി കഴിഞ്ഞു എന്ന് തോന്നും. ആരും ചായയൊന്നും കുടിച്ചിട്ട, എല്ലാവരും ചായ കുടിക്കാൻ കയറി. അങ്ങനെ അടുത്ത് നമ്മൾ പോയത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലേക്കാണ് കേട്ടോ. നല്ല പൊരിയുന്ന വെയിലായിരുന്നു, നട്ടുച്ച സമയം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ടയേർഡായി. എനിക്കൊന്നും കഴിയുന്നില്ല. കാരണം ഞാൻ ഹോട്ടലിൽ നിന്ന് അവരെല്ലാം ഫുഡ് കഴിച്ചു, ഞാൻ കഴിച്ചിട്ട് എനിക്ക് എന്തോ അത്ര ആ ഹോട്ടലിൽ വൃത്തിയില്ലാതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് അവർ കയറി കഴിച്ചു, ഇല്ലത് കഴിച്ചു. ഇറങ്ങിയതിന് ശേഷം അവർ പറഞ്ഞു നീ കയറാത്ത തന്നെയാണ് നല്ലതെന്ന്. കാരണം അത്രക്കും വൃത്തിയില്ലായ്മയായിരുന്നു അവിടെ. പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങി, പിന്നെ ഒരു കരിക്കും വെള്ളം കുടിച്ചു. അങ്ങനെ ഞാൻ കുറച്ചെല്ലാം ഒപ്പിച്ചു. എന്നാലും എനിക്ക് ശരിയായിട്ടാ. ഇവിടെ ഒരു മത്സ്യകന്യകയുടെ ഒരു ശില്പം കണ്ട, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
നല്ല വെയിലാട്ടോ. സമയം ഇപ്പം 2 മണിയാവും, 1:30 മണിയായിട്ടായിരുന്നു നമ്മൾ അവിടെ പോകുമ്പോൾ. നട്ടുച്ച നേരം മീനെല്ലാം മുറിച്ചിട്ട് പെരക്കി വെച്ചാൽ പൊരിച്ചിട്ട് കിട്ടും, അത്രക്കും വെയിലായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ട് ഉച്ച സമയമായതുകൊണ്ട് ആൾക്കാരെല്ലാം കുറവായിരുന്നു. നമ്മൾ പിന്നെ ക്ഷേത്രത്തിൽ പോയി മടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറിയതേ ഇല്ലൂ. അങ്ങനെ വെയിലായിരുന്നു അവിടെ. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ചൂടറിഞ്ഞിട്ടെങ്കിലും ഒന്നാമത് രാവിലെ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് തിരിയാൻ പറ്റുന്നുണ്ടായിട്ട. അമ്മയും കുട്ടികളിലും അവിടെ കടലിറങ്ങിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, അവരെല്ലാം അടിച്ച് പൊളിച്ചു. എനിക്ക് സാധാരണ അങ്ങനെ തന്നെയാണ്, ഫുഡെല്ലാം ക്രമത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് വല്ലാണ്ടാവും. അങ്ങനെ ആടെ കുറച്ച് ടൈം നമ്മൾ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ ആടുന്ന് വണ്ടി വിട്ടു കേട്ടോ. ഈ ബീച്ചിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്. അപ്പോൾ വിമാനമെല്ലാം കാണുന്നുണ്ട്. ഇത് ഹെലികോപ്റ്ററാണ് കേട്ടോ, ഒറിജിനൽ ഹെലികോപ്റ്ററാണ്. എടാ ഇതൊന്നും ഉണ്ടാക്കി വെച്ചോന്നല്ല, ഒറിജിനലാണ്. അതിന്റെ കാലപ്പഴക്കം വന്നു. സാമ്പ്രാണിക്കൊടി നമ്മൾ പോയിന്നേ ഉള്ളൂ കേട്ടോ. അവിടെ എത്തുമ്പോൾ നല്ല ടയേർഡായിരുന്നു. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അവിടെ ബോട്ട് യാത്രയുണ്ട്, 150 റുപ്യാണ് ബോട്ട് യാത്ര ചെയ്ത്. പിന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് തിരിച്ചുവിട്ടായിരുന്നു.